വ്യൂവേഴ്സ്, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. അപ്പൊ നമ്മുടെ ഘർ എന്ന പ്രഭാതിന്റെ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദ്യം, ഫർഹാദ് കെ ചരിത്ര പർ ടിപ്പണി ലിഖേ. നമ്മുടെ പ്രഭാത് എഴുതിയിട്ടുള്ള ഘർ എന്ന കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്? ഫർഹാദ് അല്ലെ. അപ്പൊ ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം നമുക്ക്. കഹാനിക്കാർ പ്രഭാത് की बहुत ही सुंदर कहानी है घर. ये कहानी पर्यावरण बोध तथा സഹജീവി പ്രേമ പർ ആധാരിത ഹെ. ഈ ഒരു കഥ പര്യാവരൺ ബോധ്, പ്രകൃതിയായുള്ള ഒരു ബോധത്തെ കുറിച്ചും സഹജീവി പ്രേമത്തെ കുറിച്ചുമാണ് പറയുന്നത്. ഫർഹാദ് കഹാനി കാ കേന്ദ്ര പാത്ര ഹെ. ഇവിടെ ഫർഹാദ് ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ്. അപ്പനെ മൗലിക് സ്വഭാവ സെ, തന്റെ മൗലികമായ സ്വഭാവം കൊണ്ട് വോ കഹാനി കാ മുഖ്യ ആകർഷൺ ബൻ ജാത്താ ഹെ. ഈ കഥയിലെ പ്രധാന ആകർഷണമാക്കി മാറുകയാണ്. അപ്പനെ ഘർ കോ ലേക്കർ ഫർഹാദ് കാ വിചാർ കാഫി അലഗ് ഹെ. തന്റെ വീടിനെ കുറിച്ചുള്ള ഫർഹാദിന്റെ ഒരു കോൺസെപ്റ്റ് വളരെ വ്യത്യസ്തമായിരുന്നു. वो विश्वास करता है कि घर केवल उसका नहीं बल्कि घर में रहने वाले तमाम सूक्ष्म प्राणियों तथा जीवों का भी है. അവരുടെ ഉദ്ദേശത്തിൽ വീട് ശരിക്കും മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, തന്റെ വീടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി കൂടിയുള്ളതാണെന്നാണ് ഫർഹാദ് പറയുന്നത്. ഇനി फरहाद के घर में उसके अलावा मनुष्य और कोई नहीं है. ഫർഹാദിന്റെ വീട്ടില് ഫർഹാദ് അല്ലാതെ വേറെ മനുഷ്യന്മാർ ആരും ഉണ്ടായിരുന്നില്ല. घर के तमाम सूक्ष्म जीवियों को ഫർഹാദ് अपना परिवार मानता है. വീട്ടിലുള്ള എല്ലാ സൂക്ഷ്മജീവികളെയും ഫർഹാദ് തന്റെ കുടുംബമായിട്ടാണ് കണ്ടിരുന്നത്. घर की छिपकली, വീട്ടിലെ ചിപ്കലി, മക്കടി, മക്കി, ചീंटी जैसे अनेकों जीव उसके घर को स्वर्ग जैसा अनुभव करता है. വീട്ടിലുള്ള കുറെ മൃഗങ്ങളുണ്ട്, ഇൻസെക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോ എന്തൊക്കെയാണ്? ചിപ്കലി, പല്ലി, മക്കടി, ചിലന്തി, മക്കി, ഈച്ച, ചീंटी, ഉറുമ്പ്, ഇതെല്ലാം എന്ത് ചെയ്യാണ്? ആ വീടിനെ സ്വർഗമായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഉനെ ഫർഹാദ് കെ ഘർ മേ ഉത്നി ഹി ആസാദി ഹെ. അവർക്ക് ഫർഹാദിന്റെ വീട്ടില് അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. अपने घर के प्रति फरहाद का दृष्टिकोण असल में प्रकृति के प्रति उसकी खुली एवं विशाल मानसिकता को दर्शाता है. പ്രകൃതി पर किसी का भी अकेला अधिकार नहीं है. അപ്പൊ ഫർഹാദിലൂടെ ഈ കഥ പറഞ്ഞു തരുന്നത് പ്രകൃതിയിൽ ഒരാൾക്ക് പോലും സ്വയമായിട്ടൊരു അവകാശവും ഇല്ല. अपने इस विशाल विचार के कारण फरहाद हमें स्वीकार्य हो जाता है. ഈ ഒരു ക്യാരക്ടർ കൊണ്ടാണ് ഫർഹാദിനെ നമ്മൾ നെഞ്ചിലേറ്റിരിക്കുന്നത് അല്ലെ. അപ്പോ ഇത് കൃത്യമായിട്ട് പഠിക്കുക. 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ പ്രഭാതിന്റെ കഥയാണ് ഘർ എന്നുള്ളത്. നിങ്ങൾ ഇതെല്ലാം ഓർത്തു വെക്കുക. ലൈവിൽ കൃത്യമായിട്ട് വരിക കേട്ടോ. ബാക്കി നമുക്ക് അവിടെ പഠിക്കാം. ഓക്കെ, ബൈ.